ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിംസ് 50 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകണം പരീക്ഷയ്ക്ക്. അപ്പൊ എന്തായാലും ഈ ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം ആരെ കുറിച്ചുള്ള പുസ്തകമാണ്? ആരെ കുറിച്ചുള്ള പുസ്തകമാണ്? സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകമാണ്. സ്വാമി വിവേകാനന്ദനെ പറ്റി സിസ്റ്റർ നിവേദിത എഴുതിയ പുസ്തകമാണ് ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം. രണ്ടാമത്തെ ചോദ്യം, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാദ്രി. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖല ഏത്? കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത്. 2017 ഓഗസ്റ്റിൽ കൈക്കൂലി കേസിൽ പിടിയിലായ സാംസങ് വൈസ് ചെയർമാൻ ആരാണ്? ലീ ജെ യോങ്. ഒറ്റയാനെ കണ്ടെത്തുക. ഇതില് ഒറ്റയാൻ ഏതാണ്? ചണമാണ്. ചണം. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? അഹമ്മദാബാദ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. ടെസി തോമസ്. പട്ടികജാതി പട്ടികവർഗ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? വിദ്യായാത്ര. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ലോകത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ബാർക്ലേസ് ബാങ്ക്. കൊച്ചി മെട്രോ റെയിൽ സംവിധാനം ഇന്ത്യയിലെ എത്രാമത്തേതാണ്? കൊച്ചി മെട്രോ റെയിൽ സംവിധാനം ഇന്ത്യയിലെ എത്രാമത്തേതാണ്? ഉത്തരം 8ാമത്തെ. ഇന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏതാണ്? സാന്താൾ കലാപം. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. അപ്പോൾ ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം കേന്ദ്രമാണോ കേരളമാണോ എന്ന് ചോദിച്ചിട്ടില്ല. ഓക്കെ. അടുത്ത ചോദ്യം, എടക്കൽ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? എടക്കൽ ഏത് ശിലായുഗം? നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ്. കൊല്ലം തേനി ദേശീയപാത NH 220 ആണ്. 220. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി ഓഫർ എന്ന് പറയുന്നത് April 25 മുതൽ 28 വരെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മാത്രം മതി. അതിപ്പോൾ 1 മന്ത് ആവട്ടെ, 3 മന്ത് ആവട്ടെ, 6 മന്ത് ആവട്ടെ, ഈ 20% ഓഫ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും. അതുപോലെ നീറ്റ് UG എക്സാമിന് വേണ്ടിയിട്ട് 45 ഡേയ്സ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ വെറും 299 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. April 23 മുതൽ 30th വരെ മാത്രമേ ഈ ഓഫർ ഉള്ളൂ. ഇതിനും 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. CBSE ക്ലാസ് 8th മുതൽ 12th വരെ പഠിക്കുന്ന ആൾക്കാർക്കും ഈ 45 ഡേയ്സ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ വെറും 299 രൂപയ്ക്ക് കിട്ടുന്നതാണ്. ഇതിൽ നിന്നും കുറവ് എമൗണ്ട് നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. IIT JEEക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാർക്കും 45 ഡേയ്സ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ വെറും 299 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. കേരള PSCയുടെ എല്ലാ ബാച്ചിലേക്കും നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് രാധാകാന്ത ദേവ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. 2014 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? തെലങ്കാന. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയുള്ള കമ്മീഷൻ ഏതാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വലിയ നഗരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മെട്രോപൊളിറ്റൻ നഗരം. ആനമുടി കൊടുമുടി ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്.
മീറ്റർ ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം, മീറ്റർ ഗേജ് പാളങ്ങൾ തമ്മിൽ 1 മീറ്റർ അകലമാണ് ഉള്ളത്. കാറൽ മാർക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകി, തൊഴിലാളികൾക്ക് പ്രാധാന്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കൈഗ കർണാടകത്തിലാണ്, കർണാടകം. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്, ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. കേരളത്തിലെ കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കായംകുളത്താണ്, കായംകുളം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ച വർഷം 1818 ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അരിസ്റ്റോട്ടിലാണ്, അരിസ്റ്റോട്ടിൽ. താഴെ പറയുന്നവയിൽ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം ഏത്? കേരളമാണ്, കേരളം. സാധുജന പരിപാലന സംഘ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളി, അയ്യങ്കാളിയാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് മുംബൈ. 1953 ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നത് ഫസൽ അലി, ഫസൽ അലി. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMSന്റെ പ്രവർത്തന മേഖല, LMSന്റെ പ്രവർത്തന മേഖല തിരുവനന്തപുരം, തിരുവനന്തപുരമാണ്. ശരിക്കും ഉത്തരം വരേണ്ടത് തിരുവിതാംകൂർ എന്നായിരുന്നു, കാരണം ഇത് SCERT ഫാക്റ്റ് ആണ്. അപ്പോൾ തിരുവിതാംകൂർ എന്നാണ് ശരിക്കും വരേണ്ടത്. തിരുവനന്തപുരം എന്നുള്ളതും കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്തത് സിന്ധു നദിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട മോഹൻജദാരോവിൽ ഉത്ഖനനം നടത്തിയത് ആര്? RD ബാനർജിയാണ്, RD ബാനർജി. ശൂന്യവേള 0 അവറിന്റെ തുടക്കം 12 മണിയാണ്, 12 മണി. ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ശാവറയാണ്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. 43. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം മഗധം. അടുത്ത ചോദ്യം ഡിലീറ്റ് ചെയ്തു. 45. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആമുഖത്തെയാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? MP രാജേഷ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് എത്ര കരാറിലാണ് ഒപ്പുവെച്ചത്? ആ ടൈമിലെ കറണ്ട് അഫെയർ ആണ്. ഉത്തരം 5 ആയിരുന്നു. റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയ വർഷം 1773. GSTയുടെ ഫുൾ ഫോം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. കേരളത്തിലെ നെതർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് കുട്ടനാടിനെയാണ്, കുട്ടനാട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ, സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദ്. കേരള ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആയിരുന്നത് VS അച്യുതാനന്ദനാണ്. നൈം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് ആര്? ഗാന്ധിജിയാണ്, ഗാന്ധിജി. പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരത്തെ പറ്റി സൂചിപ്പിക്കുന്ന അനുച്ഛേദം 368. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്, ആഗ്നേയശില. പുന്നപ്ര വയലാർ കലാപം നടന്ന വർഷം 1946. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ച GK ചോദ്യങ്ങൾ. അപ്പൊ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതലും SCERT ഫാക്ട് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്